ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ അള്ളാഹുവിൻ്റെ സ്തുതിയെ പ്രകീർത്തിക്കുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്തുതിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് ആകാശഭൂമികളും അവയ്ക്കുള്ളിലുള്ളതും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും അള്ളാഹുവിൻ്റെ സ്തുതിയെ വാഴ്ത്തുന്നതായിട്ട്, അവനെ പ്രകീർത്തിക്കുന്നതായിട്ട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ചില സൂറകളുടെ പേര് തന്നെ മുസബ്ബിഹാത്ത് എന്നാണ്. യുസബ്ബിഹു അല്ലെങ്കിൽ സബ്ബഹ, യുസബ്ബിഹു ലില്ലാഹി, സബ്ബഹ ലില്ലാഹി അല്ലെങ്കിൽ സുബ്ഹാനല്ലദി എന്നൊക്കെ തുടങ്ങുന്ന സൂറത്തുകളുടെ കൂട്ടമായി പറയുന്ന പേര് മുസബ്ബിഹാത്ത് എന്നാണ്. മനുഷ്യനെ സംബന്ധിച്ചാകുമ്പോൾ അള്ളാഹുവിനെ ഇത്തരത്തിൽ അവൻ്റെ സ്തുതിയെ വാഴ്ത്തുന്നത്, അവനെ പ്രകീർത്തിക്കുന്നത്, അവൻ്റെ പരിപൂർണതയെ നാം ഏറ്റുപറയുന്നത്, അത് വളരെ സുപ്രധാനമായൊരു സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമ്മിൽ നിന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ച, പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, മറ്റു പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളും ഈ തസ്ബീഹുകളുടെ, അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഹംദിൻ്റെ, അതിൻ്റെയൊക്കെ പ്രാധാന്യം വെളിവാക്കി പറയുന്ന സംഗതിയാണ്. നോക്കൂ, മനുഷ്യരുടെ കൂട്ടത്തിൽ മനുഷ്യർക്ക് ഒരിക്കലും മാലാഖമാരാകാൻ കഴിയില്ല. കാരണം മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനെ പ്രകീർത്തിക്കാനും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാനും വേണ്ടി മാത്രമാണ്. പക്ഷേ മലക്കുകളെക്കാൾ ഉയർന്ന സ്ഥിതിയിൽ മനുഷ്യർക്ക് എത്താൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. അത് അള്ളാഹുവിൻ്റെ നാമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവൻ്റെ പരിപൂർണതയെ വാഴ്ത്തിക്കൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. മലക്കുകൾ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു. വേണമെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. പക്ഷേ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ നാം അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ, അവൻ്റെ നാമങ്ങളെ വാഴ്ത്താനും അവൻ്റെ കീർത്തനങ്ങൾ ഏറ്റുപറയാനും വേണ്ടി നാം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം മലക്കുകളേക്കാൾ ഉയർന്ന അവസ്ഥയിലെത്തുന്നു. ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഒരു മലക്കിനേക്കാൾ ഉയർന്ന അവസ്ഥയിലെത്താൻ സാധിക്കും. കാരണം മലക്കിന് മറ്റൊരു ചോയ്സില്ല, അള്ളാഹുവിനെ അനുസരിക്കുക എന്നതല്ലാത്ത ഒരു ചോയ്സില്ല. പക്ഷെ മനുഷ്യർക്ക് ധാരാളമായിട്ട് അത്തരം ചോയ്സുകളുണ്ട്. അവന് വേണമെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കാം, അവന് സദാ അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും അവൻ്റെ നാമങ്ങളെ വാഴ്ത്തുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ആ മനുഷ്യൻ മലക്കുകളേക്കാൾ ഉയർന്ന ഒരവസ്ഥയിൽ എത്തുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ ഏതാണ്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുക്കുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. എൻ്റെ നാഥൻ അവൻ പരിപൂർണനാണ്, അവൻ എല്ലാവിധ ന്യൂനകളിൽ നിന്നും മുക്തനാണ്, അവൻ പ്രശംസിക്കപ്പെടാൻ അർഹനാണ്. അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ നാം അള്ളാഹുവിൻ്റെ പരിപൂർണതയെ വാഴ്ത്തുകയാണ്. അവനോട് നാം പറയുകയാണ്, അള്ളാഹുവെ നീ സമ്പൂർണനാണ്, എല്ലാവിധ ന്യൂനതകളിൽ നിന്നും നീ മുക്തനാണ്. ഞാൻ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ന്യൂനതകളുമൊക്കെയുണ്ട്. പക്ഷേ നീ അത്തരം ന്യൂനതകളിൽ നിന്ന് മുക്തനാണ്. ഇതാണ് സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോഴുള്ള പൂർണ്ണമായ അർത്ഥം. അതോടൊപ്പം നമ്മൾ അൽഹംദുലില്ലാ എന്ന് ചേർക്കുമ്പോൾ ആ
പൂർണ്ണതയെ മുൻനിർത്തിക്കൊണ്ട് നാം അള്ളാഹുവിനെ വാഴ്ത്തുന്നു, അവനെ നാം പുകഴ്ത്തുന്നു. അപ്പോൾ അവിടെ ഒരു പുകഴ്ത്തലും ഒരു നന്ദി പ്രകടിപ്പിക്കലുമുണ്ട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു കൃതജ്ഞതയുടെ ഒരു എലമെൻറ്റും അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റായിട്ട് മാറുന്നത്. അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ പരിപൂർണതയെ പ്രകീർത്തിക്കുകയും നമ്മുടെ പൂർണ്ണതയില്ലായ്മയെ, നമ്മുടെ ന്യൂനതകളെ നാം ഏറ്റുപറയുകയും അള്ളാഹുവിന് നന്ദിയും പ്രശംസയും നാം ചൊരിഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിന് നാം ഇങ്ങനെ അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം, നമ്മുടെ പ്രകീർത്തനവും നമ്മുടെ സ്തുതിയും ഒക്കെ അവന് ആവശ്യമുണ്ട് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അത് നമുക്ക് തന്നെ നമ്മുടെ തന്നെ ഒരവസ്ഥയെ നാം എടുത്തു പറയുന്നതാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറവുകളെ നമ്മൾ എടുത്തു പറയുന്നു, നമ്മുടെ ദൗർബല്യത്തെ നമ്മൾ എടുത്തു പറയുമ്പോൾ ആ ദൗർബല്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പൂർണ്ണതയെ നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ അള്ളാഹുവിനേറെ അത് ഇഷ്ടമാകുന്നു, അവൻ നമുക്കതിനനുസരിച്ച് നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വാചകങ്ങൾ ഏതാണ്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുകയാണ്, അതായത് തൻ്റെ മലക്കുകൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്ത അതേ വാചകങ്ങൾ, മലക്കുകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന അതേ വാചകങ്ങൾ ഉപയോഗിച്ച് താങ്കൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. ആ വാചകങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സർവ ന്യൂനതകളിൽ നിന്ന് മുക്തനായ അള്ളാഹുവാണ് പരിശുദ്ധൻ, അവനാണ് എല്ലാ സ്തുതിയും, അവൻ്റെ മഹത്വമേറെ വലുതാണ്. സുബ്ഹാനല്ലാഹിൽ അലീം. ആ മഹാനായ അള്ളാഹുവിനാണ് എല്ലാവിധ പരിശുദ്ധിയും, അവനാണ് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തനായിട്ടുള്ള ആൾ എന്നുള്ളത്. ഇതേ വാചകങ്ങൾ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാചകങ്ങൾ, അത് പറയാൻ വളരെ എളുപ്പമാണ്, നാവിന് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ അത് നാളെ പരലോകത്ത് തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന രണ്ട് വാക്കുകളാണ്. അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകൾ. നമ്മുടെ ഹൃദയം തൊട്ട് നമ്മളത് പറയുമ്പോൾ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹത്തെ, അവൻ്റെ കാരുണ്യത്തെ, അവൻ്റെ പ്രണയത്തെ നമ്മൾ മുൻനിർത്തി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആ കാരുണ്യവും ആ പ്രേമവും അവൻ്റെ ഇഷ്ടവും നമ്മിലേക്ക് ചൊരിഞ്ഞു വരുന്നു എന്ന് നമ്മൾ കാണാൻ സാധിക്കും. അള്ളാഹു ഏറ്റവും പരിശുദ്ധനും ഏറ്റവും സമ്പൂർണനും പ്രകീർത്തിക്കപ്പെടാൻ അർഹനും അവനാണ് എന്നത് നമ്മൾ ഏറ്റുപറയുമ്പോൾ വെറുമൊരു പ്രാർത്ഥനയോ ദിക്റോ മാത്രമല്ല അത്, മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ പരിപൂർണതയിൽ നിന്ന്, അവൻ്റെ ആ കാരുണ്യത്തിൽ നിന്ന്, അവൻ്റെ ആ ഉന്നതമായ മഹത്തരമായ അവസ്ഥയിൽ നിന്ന് നമുക്കും ചിലതൊക്കെ ലഭിക്കണം എന്ന ആ ഒരു ആവശ്യമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ വെക്കുന്നത്. തീർച്ചയായും ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് ഉച്ചരിക്കാൻ പറ്റുന്ന, നമുക്ക് ഉരുവിടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വചനങ്ങളായിരിക്കണം ഇത്. കാരണം അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നവർ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ എന്നതാണല്ലോ നമ്മുടെ ഈ ഇത്തവണത്തെ റമദാനിൻ്റെ ഈ പ്രഭാഷണങ്ങളുടെ മൊത്തം ലക്ഷ്യം. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. തീർച്ചയായിട്ടും കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുമ്പോൾ നാം പറയാൻ പറ്റുന്ന, അതിന് അനുയോജ്യമായ രണ്ട് വാചകങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നർത്ഥം. നമ്മുടെ നാവുകൾ ആ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയും അവൻ്റെ പൂർണ്ണതയെ പ്രകീർത്തിക്കുകയും അവന് വേണ്ടി സ്തുതികൾ അർപ്പിക്കുകയും അവനോട് നന്ദി ചെയ്യുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.